യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഇവിടെ വന്ന ശേഷം വന്നപ്പോൾ ഉണ്ടായിരുന്ന ദുഃഖഭാരം മാറി, മനസ്സിന് ശാന്തി കിട്ടി, സമാധാനം കിട്ടി. അവരൊന്ന് കൈപൊക്കിക്കേ, കൈവീശി കാണിച്ചേ, നന്നായിട്ട് കൈവീശിക്കോ. ഇത് ഒരു അത്ഭുത ദൈവീക കടന്നുവരവിന്റെ സാക്ഷ്യമാണ്. ഒന്നുകൂടെ കൈവീശി കാണിച്ചേ. ഇവിടെ വന്ന ശേഷം മനസ്സിന്റെ ഭാരവും ദുഃഖവും വിട്ടുമാറി, സമാധാനവും സന്തോഷവും വിശ്വാസവും പ്രത്യാശയും എന്നിൽ വളർന്നു. കൈയടിച്ച്, കൈ ഉയർത്തി, കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഇന്ന് ഈ കഴിഞ്ഞ മണിക്കൂർ വരെ വിട്ടുമാറാതിരുന്ന ഒരു വേദന, അരക്കുടിനുള്ള വേദന, മാതാവിനെ കുറിച്ചുള്ള പാട്ട് പാടിയപ്പോൾ സുഖപ്പെടുത്തിയതായി എനിക്ക് പ്രാർത്ഥനയിൽ കിട്ടി. ഈ കഴിഞ്ഞ 10-15 മിനിറ്റ് വരെ ഉണ്ടായിരുന്ന അരക്കൂട് വേദന, എളിവേദന ഇപ്പൊ ഇല്ല. അങ്ങനെ തോന്നുന്നവരൊന്ന് കൈപൊക്കിയേ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ, 2 കൈ ഉയർത്തി കൈ വീശി കാണിച്ചേ. അവര് 2, 4, 6 പേര്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി. 7 പേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ രോഗശാന്തി കൊടുക്കുന്നുണ്ട്. ഇത് സാക്ഷ്യപ്പെടുത്തണം എന്ന് കാണിച്ചു തരാൻ വേണ്ടി കൊടുക്കുന്ന രോഗശാന്തി ഒരു പൊടി നേരത്തേക്ക് ഒരു വേദനയായി അനുഭവപ്പെടാൻ കർത്താവ് അനുവദിക്കും. ഇന്ന് രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, ചോദിക്കുക, അവർ സാക്ഷ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങൾ. വിശ്വസിക്കുന്നവരോടുകൂടെ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, വിശ്വസിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയം എന്താണ്? യെരമ്യ പ്രവചനം 31:3 ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. നീ ദൈവമില്ല എന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ കയ്യും കാലും വെട്ടിക്കളയേല. ദൈവം ദുഷ്ടനാന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ കണ്ണിന്റെ കാഴ്ച കളയേല. കാരണം ഞാൻ അനന്ത സ്നേഹമാണ്. ഓരോരുത്തരും ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഓരോ അവയവം മുറിച്ചു കളഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവയവം ഇല്ലാത്തവരായിട്ട് ഇവിടെ ഇരിക്കേണ്ട വന്നേനെ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. കായേൻ ആബേലിനെ കൊന്നു. എന്ത് കാരണത്താല്? ആബേൽ നല്ലവനായതുകൊണ്ടും ദൈവത്തിന് പ്രിയങ്കരമായ രീതിയിൽ പെരുമാറിയതുകൊണ്ടും അസൂയ പൂണ്ട് കായേൻ ഏക സഹോദരനായ ആബേലിനെ കൊന്നു. അത് കഴിഞ്ഞ് ആബേലിന് ഭയങ്കരമായ ഭയം. അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, മറ്റുള്ളവരെന്നെ ഉപദ്രവിക്കും, പ്രതികാരം ചെയ്യും എന്നുള്ള പീഡ അദ്ദേഹത്തിന് ആ കായേൻ അനുഭവപ്പെട്ടു. ഉടനെ ദൈവം കായേന്റെ മേൽ ഒരു അടയാളം വെച്ചു. ആരും ഇവനെ ഉപദ്രവിക്കരുത്. അതിഭയങ്കരമായ തെറ്റ് ചെയ്ത കായേനോട് പോലും ദൈവം കരുണ കാണിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മകൻ പൂർണ്ണമായി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് അനേകം തെറ്റുകൾ ചെയ്തിട്ടും ദൈവം നമ്മെ ശിക്ഷിച്ചു നശിപ്പിക്കാത്തത്. കാരണം ദൈവം അനന്ത സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ഇൻഫിനിറ്റ് ലവ്, ഇൻഫിനിറ്റ് മേഴ്സി, ഇൻഫിനിറ്റ് ഗുഡ്നസ്. ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. അപ്പോൾ
ദൈവത്തിന്റെ സ്നേഹം അനന്തമാണെന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്നേഹം എങ്ങനെയായിരിക്കും? യേശുവിന്റെ സ്നേഹവും അനന്തമാണ്. കാരണം എന്താണ്? യോഹന്നാൻ 10:30 യേശു പറയുന്നു, പിതാവും ഞാനും ഒന്നാണ്. ഒരിക്കൽ യേശുവിനോട് ആരോ ഒരു ചോദ്യം ചോദിച്ചു അത്രേ, ദൈവത്തിന്റെ സ്നേഹം എന്തുമാത്രമാണ്? ഉടനെ ഈശോ കൈവിരിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട രീതിയിൽ കിടന്നു കാണിച്ചു. ഓരോ മനുഷ്യ വ്യക്തിയുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഞാൻ മരിച്ചു. ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി, ശിക്ഷ നീങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ എന്റെ ജീവൻ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യ വ്യക്തിക്കും വേണ്ടിയുള്ള യേശുവിന്റെ സ്നേഹം അനന്തമാണ്, നിത്യമാണ്, ശാശ്വതമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11:29 ദൈവത്തിന്റെ വിളിയും വരദാനങ്ങളും പിൻവലിക്കപ്പെടാവുന്നത് അല്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എവിടെയോ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ചിലര് പറഞ്ഞു, ഞങ്ങള് ധ്യാനം കൂടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഭാഷാപരവും രോഗശാന്തിയും എല്ലാം ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, റോമ 11:29 പറയുന്നത് ദൈവം തരുന്നതൊന്നും ദൈവം എടുത്തു മാറ്റുകയില്ല. പിന്നെ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ആത്മീയ തീഷ്ണത നഷ്ടപ്പെട്ടു. സ്വന്തം കാര്യം ചിന്താബാദ്, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അതല്ല, മറ്റനേകായിരങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഭാഷാവരം വീണ്ടും പ്രവർത്തിക്കും, ആ രോഗശാന്തി വരം വീണ്ടും നിങ്ങളിൽ നിന്നൊഴുകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കല് ഒരമ്മ തന്റെ മകനെയും കൊണ്ട് വന്നു. ഇവൻ പലപ്പോഴും നീന്തക്കുളത്തിൽ പോയി കുളിച്ചിട്ട് വരുമ്പോ പുറത്തൊരു മുഴ, കഴുത്തിനൊരു മുഴ, അവിടെ ഇവിടെയും മുഴച്ചിരിക്കുന്നു. ഭിത്തിക്കിട്ട് ചെന്ന് ഇടിക്കുന്നതാണെന്നാണ് ഇവൻ പറയുന്നത്. ഒരു ദിവസം അവൻ തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഇത് ഞാൻ വെറുതെ നുണ പറയുന്നതാണ്, എന്റെ ക്ലാസ്സിലെ കൂട്ടുകാര് ഒന്നിച്ചുകൂടി എന്നെ ഇടിക്കുന്നതാണ്. എന്തിനാ നീ നുണ പറയുന്നത്? സത്യം പറഞ്ഞാൽ അപ്പനും അമ്മയും വന്ന് അധ്യാപകരോട് പറയും, അധ്യാപകർ അവരെ വിളിച്ച് ചോദിക്കും, അപ്പോൾ അവർ എനിക്ക് കൂടുതൽ ഇടി തന്നിരിക്കും. എന്തുകൊണ്ടാണ് ഇവനെ ഇടിക്കുന്നത്? തിരിച്ചു കിട്ടുകയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിടിക്കുന്നത്? അവരുടെ ഉള്ളിൽ സാത്താൻ ആവസിച്ചു. എങ്ങനെ? സിനിമയിലൂടെ, അതുപോലെ ഇന്റർനെറ്റിലൂടെ കാണുന്ന കലാപരിപാടികളും അഭിനയിക്കുന്നവർക്ക് 5 ലക്ഷമൊക്കെ കൊടുത്ത് അഭിനയിപ്പിക്കുന്നതാ. മറ്റുള്ളവരെ ചവിട്ടുക, തൊഴിക്കുക, കൊല്ലുക, റേപ്പ് ചെയ്യുക, ബലാത്സംഗം, ഇതെല്ലാം അഭിനയിച്ചു കാണുമ്പോൾ അത് കണ്ട് സന്തോഷിച്ചിരിക്കുന്ന വ്യക്തികളിലേക്ക് ആ പിശാച് കയറും. പിന്നെ ദുശ്ചിന്ത കൊടുക്കാൻ തുടങ്ങും. മ്ലേച്ഛത എത്തി നോക്കണം, നഗ്നതയുടെ പുറകെ പോകണം, പഠിക്കണ്ട, ചീത്ത കൂട്ടുകാര് കൂടണം, ചരിപ്പുസ്തകം വായിക്കണം. ഇങ്ങനെയുള്ള പൈശാചിക പീഡ അവരെ അലട്ടും. പിന്നെ കൂട്ടുകൂടി മറ്റുള്ളവരെ ഉപദ്രവിക്കുക. ഇതെല്ലാം സിനിമയിലൂടെ, നാടകത്തിലൂടെ, ഇന്റർനെറ്റിലൂടെ അവർ കണ്ടതാണ്. അന്ന് പിശാച് അവരിലേക്ക് കയറുമെന്ന് അവർക്കറിയത്തില്ല. ഇന്ന് അവർ പിശാചിന് അടിമയാണ്. പഠിക്കാൻ സാധിക്കുന്നില്ല, കൂട്ടുകൂടി ഉഴപ്പുന്നു. കാരണം അവരുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു, അശുദ്ധാത്മാവ് അവരിൽ കയറി. ഞാൻ ഏതായാലും ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ അവനോട് അനുവാദം ചോദിച്ചു. ലോകത്ത് ആരോടും ഈ കാര്യം പറയല്ല, നിന്റെ അപ്പനോടും അമ്മയോടും മാത്രമേ പറയൂ. പറഞ്ഞുകൊള്ളട്ടെ, പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ അവർ 3 പേരെയും കൂടി വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? പെട്ടെന്ന് അമ്മ കയറി പറഞ്ഞു, എന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അവർ പോയി കഴിഞ്ഞാൽ.
എന്നിട്ട് പിന്നെ എങ്ങനെ സംഭവിക്കുന്നു ഞാൻ ചോദിച്ചു. എന്താണ്? അവൻ തലേദിവസം പറഞ്ഞ കാര്യം തുറന്നു പറഞ്ഞു. അവരന്തിച്ചുപോയി. പലപ്പോഴും അവന്റെ ശരീരത്തിൽ മഴ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ കൊച്ചിനൊരു കുഴപ്പവും വരരുതേ, എന്നിട്ട് പിന്നെ എന്തിയാ ഇങ്ങനെ വന്നത്? ഇനിമേലിൽ നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്കൂളിലെ 2000 കുട്ടികളെയും അധ്യാപകരെയും തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്നോർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ ആ കുട്ടികളെ വിട്ടുപോകാൻ തുടങ്ങും. തിരുരക്തക്കടലിൽ മുക്കണമേ എന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ ലക്ഷ്യം വെച്ചോ അവിടെ യേശുവിന്റെ തിരുരക്തക്കടൽ ചെല്ലും. തല മുതൽ കാൽപാദം വരെ ആ തിരുരക്തം കഴുകി വിശുദ്ധീകരിക്കും. സാത്താൻ ഇരിക്കാൻ സ്ഥലമില്ലാതെയാകും. പാപം ക്ഷമിക്കപ്പെടുമ്പോൾ, പാപം കഴുകി മാറ്റപ്പെടുമ്പോൾ പിന്നെ സാത്താന് കയറിയിരിക്കാൻ പറ്റുകയില്ല. അവൻ സ്ഥലം വിടും. 1 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ 2 ആഴ്ച താമസിച്ചാണ് പല സ്ഥലത്തും ധ്യാനിപ്പിക്കാൻ പോയത്. അതുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞ് അവരുടെ വീട്ടിലെ ഒരു വിവാഹ കൂദാശ ചെയ്യാൻ ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വീട്ടുകാരെല്ലാം വന്നിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് ഇവനെ വിളിച്ച്, മോനെ എങ്ങനെയുണ്ട്? പിന്നെ ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല. അപ്പനും അമ്മയും ആ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടി ഏറ്റവും ശക്തമായ വിശ്വാസ പ്രാർത്ഥന, സ്നേഹ പ്രാർത്ഥന ചെയ്തു. തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ, തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, ദൈവമക്കളാക്കണമേ, യേശുവിന്റെ പ്രേക്ഷിതരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് തിരുരക്തത്തിന്റെ പ്രത്യേകത? 1 യോഹന്നാൻ 1:7. എല്ലാവരും പറഞ്ഞേ, 1 യോഹന്നാൻ 1:7. ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ കഴുകി ശുദ്ധീകരിക്കും. നമ്മൾ ആ വചനം ഒന്ന് പറഞ്ഞാൽ മതി, ആ പ്രാർത്ഥന ഒന്ന് ചെല്ലിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് ഒരമ്മ വന്ന് എന്നോട് പറഞ്ഞു, കോട്ടയിൽ വെച്ചാണ്, മകൻ കപ്പലിൽ ജോലിയാണ്. കപ്പൽ സൊമാലിയായിൽ വെച്ച് കടൽ കൊള്ളക്കാര് പിടിച്ചു. അവരെല്ലാം തടവിലായി. വലിയ തുക കൊടുത്താലേ ഞാൻ കപ്പൽ വിട്ടുതരൂ, അവരെയും വിട്ടുതരൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് അവരോട് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ മതി. നമ്മൾ പ്രാർത്ഥന ഇവിടെ പറയുമ്പോ അവിടെ ശക്തി ചെല്ലും. തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ, ചുറ്റുമുള്ള 10,000-ങ്ങളെയും മുക്കണമേ, കഴുകണമേ എന്നോർക്കുമ്പോഴൊക്കെ പറഞ്ഞേക്കുക. അമ്മ അവിടെ പോട്ടയിൽ താമസിച്ച് ധ്യാനിക്കുകയായിരുന്നു. തീർച്ചയായും പറഞ്ഞു കാണും, ഞാൻ ഇടവിടാതെ പറയുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ പത്രത്തിൽ വാർത്ത വന്നു, സൈന്യം ഇടപെട്ടു, കപ്പലിനെയും ജനങ്ങളെയും മോചിപ്പിച്ചു. ഞാൻ പത്രം വായിച്ച് താഴോട്ട് ചെന്നപ്പോ കണ്ടത് 9 മാസം മുമ്പ് പിടിക്കപ്പെട്ട കപ്പലാണ് സൈന്യം മോചിപ്പിച്ചത്. നമ്മുടെ പ്രാർത്ഥന ആദ്യം അങ്ങോട്ടാ ചെന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും അമ്മ പ്രാർത്ഥിച്ചു കാണും. 3 മാസം കഴിഞ്ഞപ്പോ സൈന്യം ഇടപെട്ട് ആ കപ്പലും മോചിപ്പിച്ചു. ഈ കാര്യം കോട്ടയ ആശ്രമത്തിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞപ്പോ മുൻവശത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ കൈപൊക്കി, ഞാനാണ് അമ്മയുടെ മകൻ, രക്ഷപ്പെട്ടു വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ബോംബെ ടാബോർ ധ്യാന മന്ദിരത്തില് ഈ സംഭവം പറഞ്ഞപ്പോ അവിടുത്തെ അച്ഛന്മാര് പറഞ്ഞു, അവൻ ഇവിടെയും ഒന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കടൽ കൊള്ളക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവർക്കേതോ കാരണത്താൽ ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്ന
പരിശുദ്ധാത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ ചൈതന്യം. പിന്നെ എന്താണ് അവരിൽ കൂടിയത്? സാത്താന്റെ ചൈതന്യം. മറ്റുള്ളവരെ കൊള്ളയടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക, അപവാദം പറഞ്ഞ് വിരത്തുക, ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം സാത്താന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? സിനിമയില് കണ്ടിട്ടുണ്ടോ? ഫാഷൻ ഫിലിം അതിക്രൂരമായിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു. എന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിച്ചു? അതികഠിനമായൊരു ഹൃദയം അവർക്കുണ്ടായിരുന്നു. പണ്ടുകാലത്ത് ചെയ്ത പാപം പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതിരുന്നതുകൊണ്ട് ഹൃദയം കഠിനമായി ക്രൂരമായിട്ട് നിരപരാധികളെ ഉപദ്രവിക്കുമ്പോഴും അവർക്ക് യാതൊരു പശ്ചാത്താപവുമില്ല. അതുകൊണ്ട് നമ്മുടെ കടമയാണ് ലോകമെമ്പാടും അക്രമം പ്രവർത്തിക്കുന്നവര്, കൊല ചെയ്യുന്നവര്, വ്യഭിചരിക്കുന്നവര്, ബലാത്സംഗം ചെയ്യുന്നവര്, അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പേരുടെ മേൽ കരുണയായിരിക്കണമേ. തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ. തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവമക്കളാക്കണമേ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് ഒരു വലിയ അത്യധികം വേദനാകരമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. ചിക്കുൻ ഗുനിയ. എന്റെ അറിവനുസരിച്ചത് ക്രിസ്ത്യാനികൾക്കാണ് ഭൂരിപക്ഷം ഉണ്ടായത്. ക്രിസ്ത്യാനികൾക്ക് സഹനം കൊടുക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. തങ്ങളുടെ സഹനം മാറ്റിത്തരണേ, മാറ്റിത്തരണേ, മാറ്റിത്തരണേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാനല്ല. എന്റെ സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് സന്തോഷത്തോടെ ഏറ്റുപറഞ്ഞ് സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിക്കൻ ഗുനിയ കൊണ്ട് ഉള്ള ആശുപത്രിയെല്ലാം കയറി നടന്ന് വിവരിക്കാനാവാത്ത വേദന സഹിച്ചു. ആ ചിക്കൻ ഗുനിയയുടെ അംശമുള്ള ചിലര് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് കൈപൊക്കിക്ക്. പണ്ടത്തെ ചിക്കൻ ഗുനിയയുടെ അംശം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇനിയും വേറെ ചില വേദനകളുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ശരീരത്തിന്റെ അവിടെ ഇവിടെയും വേദനകളുള്ളവര് എഴുന്നേറ്റ് വന്നു. സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത പ്രാർത്ഥന ചൊല്ലിത്തരാം. ശരീരത്തില് കുടുംബ ദുഃഖം, കുടുംബത്തിലെ ചിലരുടെ തകർച്ച, അതോർത്ത് ദുഃഖം, നമ്മള് ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകുന്നില്ല, പണമിടപാടുകള് ഒന്നും മുന്നോട്ട് പോകുന്നില്ല, കടബാധ്യത വർദ്ധിക്കുന്നു, സഹായിക്കാം എന്ന് പറഞ്ഞവര് സഹായിക്കുന്നില്ല, മാനസിക തകർച്ച, കുടുംബ തകർച്ച, ശാരീരിക വേദന, ഇതെല്ലാം ചുമന്നുകൊണ്ട് നടക്കേണ്ടതല്ല. അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പാപികൾക്കും വിജാതീയർക്കുമൊക്കെ വേണ്ടി കാഴ്ചവെക്കേണ്ട സഹനമാണ്. ഒരിക്കല് തൂത്തുക്കുടിയിൽ വെച്ച് ഒരു പ്രായം ചെന്ന വൈദികൻ, നിങ്ങൾ ഇരിക്കേണ്ടതില്ല, സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല ചൊല്ലിത്തരാം. വൈദ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനന്ന് കൊച്ചച്ഛനാണ്, ഞാൻ അദ്ദേഹം വന്നിട്ടും എഴുന്നേറ്റില്ല. സാധാരണ അൽമായർ വരുമ്പോഴും എഴുന്നേക്കുന്ന ഞാൻ. അന്ന് ഞാൻ എഴുന്നേക്കാതെ അവിടെ ഇരിക്കുകയാണ്. അച്ഛൻ വലിയ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ, എന്റെ ശരീരം മുഴുവൻ വേദനയാണ്, വർഷങ്ങളായിട്ട് വേദന, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തതല്ലാതെ രോഗശാന്തിയില്ല, കുടിക്കാത്ത മരുന്നില്ല. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഇത് ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ള സഹനമാണെങ്കിൽ മരുന്ന് കുടിച്ചാൽ മാറുമോ അച്ഛാ? പ്രാർത്ഥിച്ചാൽ മാറുമോ? ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ, സഹനവും രോഗവും തരുമ്പോ. അതിന് എത്ര വയസ്സുണ്ട് അച്ഛാ? 68 വയസ്സ്. എന്നാലേ ഒരു 68 കോടി പാപികൾക്ക് വേണ്ടി വേണമെങ്കിലും കാഴ്ചവെക്കാം. കാരണം യേശു എല്ലാവർക്കും വേണ്ടി പാപപരിഹാരം ചെയ്ത് കഴിഞ്ഞതാ. നമ്മളൊരു ചെറിയ ഷെയർ അങ്ങ് കാഴ്ചവെക്കുന്നുള്ളൂ. കൊളോസസ് 1:24 പറയാണ്,
യേശുവിന്റെ പീഡകളിൽ കുറവുള്ളത് എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാനസിക തകർച്ചകളുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിന്നെ അനുദിന അധ്വാനവും കാഴ്ചവെക്കാം. അപ്പൊ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയിൽ തരാം. ആദ്യമായിട്ട് ഇന്ന് വരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് ചോദിക്കണം. പരാതി ആവലാതി അവള് കാണുവാൻ, അവര് കാണുവാണ്, അമ്മായിപ്പൻ കാരണമാണ്, അമ്മായിമ്മ കാരണമാണ്, അയലോക്കംകാര് കാരണമാണ്, വികാരിയച്ഛൻ കാരണമാണ്. അല്ല, സഹനം തരുന്നത് ദൈവമാണ്. ജോബ് 5:18 ദൈവം പറയാണ്, മുറിവേൽപ്പിക്കുന്നതും വെച്ച് കെട്ടുന്നതും ഞാൻ തന്നെ. ഭാര്യ ആഗ്രഹിക്കാണ് ഭർത്താവിന്റെ സ്നേഹം കിട്ടണം. ദൈവസ്നേഹം കിട്ടണമെന്ന് പറ്റില്ല. ഭർത്താവിന്റെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം. കർത്താവ് അതങ്ങ് വെട്ടിമുറിക്കുക. എന്റെ സ്നേഹം നിറയാൻ ദാഹിച്ചിട്ട് മതി കെട്ടിയവന്റെ സ്നേഹം. ആദ്യം നിനക്കുള്ള തകർച്ചയെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിച്ച് ദുഃഖം അകറ്റിയിട്ട് ദൈവസ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് കേൾക്കാൻ ദൈവം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ വലുതായി. ഇത് കെട്ടിയവന്റെ സ്നേഹം കിട്ടണേ, കെട്ടിയവളുടെ സ്നേഹം കിട്ടണേ, മക്കളുടെ സ്നേഹം കിട്ടണേ, അവരുടെ സ്നേഹം കിട്ടണേ, നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ സ്നേഹം കിട്ടണേ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതിനു പകരം എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴുള്ള സഹനങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ സ്തുതിക്കുകയുള്ളൂ, ഞാൻ നന്ദി പറയുകയുള്ളൂ. എനിക്ക് ഒരു കാര്യം മാത്രം മതി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം, ദൈവ സ്നേഹം കൊണ്ട് നിറയണം. ആ സ്നേഹത്താൽ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെടുത്തിയ സഹനം അനേകം കോടാനുകോടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ പ്രാർത്ഥനയല്ലി തരാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഇന്നുവരെയുള്ള സഹനം, ഇന്നുവരെയുള്ള സഹനം, അധ്വാനം വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇന്നുവരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശു മരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി വിജാതിയർക്ക് വേണ്ടി അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ വേണ്ടി ദൈവസ്നേഹം കൊണ്ട് അവർ നിറയാൻ വേണ്ടി ഇന്ന്